ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പുന്നപ്ര വില്ലേജിൽ 1923 ഒക്ടോബർ 20 ജനിച്ചു. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. 7ാം ക്ലാസ് വിദ്യാഭ്യാസം. സാമ്പത്തിക പരാധീനതകൾ പഠനം തുടരാൻ അനുവദിച്ചില്ല. 1938 രൂപം കൊണ്ട സ്റ്റേറ്റ് കോൺഗ്രസിൽ 15 വയസ്സുകാരനായ VS അംഗമായി. നാം കേട്ട ദീർഘമുദ്രാവാക്യം 1940 ബ്രിട്ടീഷ് കമ്പനിയായ ആസ്പിൻ വാളിൽ തൊഴിലാളിയായി ചേർന്നു. കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു. ഫാക്ടറി തൊഴിലാളിയായി ചേർന്ന് 6 മാസം പിന്നിട്ടപ്പോൾ VS കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. ചുവപ്പ് കൊടി പുറത്തുകാട്ടിയാൽ അഴികൾക്കകത്താകുന്ന കാലം. 1943 കോഴിക്കോട് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് 20 വയസ്സ് മാത്രം പ്രായമുള്ള VS. ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. 1944 P. കൃഷ്ണപിള്ളിയുടെ നിർദ്ദേശപ്രകാരം ഫാക്ടറിയിലെ ജോലി അവസാനിപ്പിച്ച് മുഴുവൻ സമയ കർഷക തൊഴിലാളി പ്രവർത്തകനായി. ശ്രീമൂലം പാടശേഖരത്തിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് കൊടിയുയർത്തുവാൻ VSന് കഴിഞ്ഞു. പേഷ്കാർ കുടുംബത്തിൽപ്പെട്ട വൻകിട ജന്മിമാരെയും പ്രമാണിമാരെയും VS നേരിട്ടെതിർത്തു. സ്വപ്നത്തിന്റെ വിത്തുകൾ, അതിൽ നാം നനച്ച വേർപ്പുപ്പിൻ പ്രതിജ്ഞകൾ. പുന്നപ്ര വയലാറിനു ശേഷം പാർട്ടി നിർദ്ദേശപ്രകാരം പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയ VS അവിടെ പ്രവർത്തനം തുടർന്നു. പൂഞ്ഞാറിൽ നിന്ന് പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ VSനെ അതിക്രൂരമായി മർദ്ദിച്ചു. പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ VS ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു. ഒളിവിലിരുന്നു കൊണ്ട് അമ്പലപ്പുഴ, ചേർത്തല, കുട്ടനാട് മേഖലകളിൽ VS പാർട്ടി പ്രവർത്തനം തുടർന്നു. അവകാശ സംരക്ഷണത്തിന്റെ വഴികളിൽ അടരാടിടുന്ന ചെങ്കൊടിയായി